നമ്മൾ കുറച്ചു കാലമായിട്ട് പ്രവാസത്തിലായിരുന്നു. ആ പ്രവാസ ലോകത്ത് നിന്നിട്ട് നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടേക്ക് നാട്ടിലൊക്കെ വരുമ്പോൾ നാടിൻ്റെ മാറ്റങ്ങൾ. അവിടെയെല്ലാം റോഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതെപ്പോഴാണ് നമ്മുടെ നാടൊക്കെ ഇങ്ങനെ വികസിക്കുക എന്നുണ്ട്. പക്ഷേ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് നമ്മുടെ നാട് ഇത്രയും പുരോഗതിയിലെത്തുന്നുണ്ട്. റോഡുകളൊക്കെ എന്താ പറയണ്ടേ, വിദേശ രാജ്യങ്ങളിലെ റോഡ് താരതമ്യം ചെയ്യുന്ന തരത്തിലുള്ള വളർച്ചയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു പുരോഗതി തന്നെയാണിത്. പിന്നെ ലൈഫ് മിഷനിലൂടെ എത്ര ആൾക്കാർക്കാണ് വീടില്ലാത്ത ആൾക്കാർ, നമുക്കെല്ലാം അനുഭവത്തിൽ തന്നെ പരിചയത്തിൽ തന്നെയുള്ള ആൾക്കാരുണ്ട്. ഒരു വീടില്ലാണ്ട് ഇങ്ങനെ വാടക വീട്ടിലൊക്കെ മാറി മാറി താമസിച്ച് പോയിക്കൊണ്ടിരുന്ന കുറേ പരിചയക്കാരനുണ്ട്. അവർ ലൈഫിലൂടെ വീട് നേടിയിട്ട് അതിൻ്റെ അവരുടേതായ സന്തോഷങ്ങളെല്ലാം നേരിട്ട് അനുഭവപ്പെട്ട ആൾക്കാർ തന്നെയാണ് നമ്മൾ. ലൈല പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിദേശ രാജ്യത്തെല്ലാം കാണുന്നത് പോലെയുള്ള നല്ല ലൈനുകളും അതിൻ്റെ ബോർഡറും കാര്യമെല്ലാം ഇട്ടുകൊണ്ട് എന്ത് രസമുള്ള റോഡുകളാണ്. നമ്മൾ ഈ കേരളത്തിൽ ഇതുപോലെ ആവുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. അതായത് 10, 15, 20 വർഷം കഴിഞ്ഞിട്ട് ആവേണ്ട കേരളം ഇന്ന് ആക്കി എന്നുള്ളതാണ്, ഇത്രയും പെട്ടെന്ന് ആക്കി എന്നുള്ളതാണ്. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് വികസിക്കേണ്ട കേരളം അതിനെ ഇങ്ങോട്ട് പിടിച്ച് കൊണ്ടുവന്ന് ഇങ്ങോട്ട് നമ്മളെ ഈ അനുഭവങ്ങളിലേക്ക് നമ്മുടെ ഈ ജീവിത സമയത്ത് തന്നെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഭയങ്കര അവിശ്വസനീയമായിട്ടുള്ള വികസനമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ലൈല പറഞ്ഞതുപോലെ 5 ലക്ഷത്തിൽ ചുല്ലാനും ആളുകൾക്ക് ലൈഫിലൂടെ വീടുകൾ കൊടുക്കാമെന്നെല്ലാം പറഞ്ഞാൽ ഏത് ഗവൺമെൻറ്റിനാണ് കഴിയുന്നത്? അത്രയും വികസനങ്ങൾ നമ്മുടെ ഈ 10 വർഷം കൊണ്ട് ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നു. പറഞ്ഞാൽ തീരില്ല, അത്രയും വികസനങ്ങൾ ഓരോ മേഖലയിലും ഈ ഗവൺമെൻറ് നടത്തിയിരിക്കുന്നു.